Hi all. So happy in the BEGA 182 എക്സാം ഒരുപാട് പേര് എഴുതി. ഒത്തിരി സന്തോഷം. ഞാൻ പറഞ്ഞു കൊടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. താങ്ക് യു ക്രിസ്റ്റഫർ. എന്റെ ഇന്നൊരു വളരെ സന്തോഷമുള്ള ദിവസമാണ്. എന്റെ സൈക്വസ്റ്റയുടെ ജേർണി, ഞാൻ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അത് ഡ്രോപ്പ് ചെയ്ത് സൈക്കോളജിയുടെ ആഗ്രഹത്തിന്റെ പുറത്തെന്ന് പറയാൻ പറ്റില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സൈക്കോളജിയിൽ എത്തിപ്പെട്ടു. പിന്നെ ഒത്തിരി പാഷനേറ്റ് ആയിട്ട് സൈക്കോളജിനെ കാണുന്ന ഒരാളാണ്. എന്റെ എല്ലാ ക്ലാസ്സസും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ലൈവ് ആയിക്കോട്ടെ, പെയ്ഡ് ആയിക്കോട്ടെ, ഫ്രീ ക്ലാസ് ആയിക്കോട്ടെ, എനിക്ക് അത്ര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ് സൈക്കോളജി. മനുഷ്യ മനസ്സിന് അത്രയും ആദരവോടുകൂടി പഠിക്കുന്ന, കാരണം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ഒറ്റ കുട്ടിയായിട്ട് പാമ്പേർഡായിട്ട് വളർന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. സിംഗിൾ ചൈൽഡാണ്. എല്ലാവിധ സുഖ സൗകര്യങ്ങളിലും വളർന്ന ഒരാളാണ് ഞാൻ. ലോകം എന്താന്ന് പോലും അറിയാതെ വളർന്നു. കല്യാണം കഴിഞ്ഞു. പഠിത്തം ഇവിടെ എത്തിയില്ല എന്ന് തോന്നി വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സൈക്കോളജി പഠിക്കുന്നു. പിന്നെ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. കല്യാണം ഒന്നിനും ഒരു തടസ്സമായിട്ട് ഉണ്ടാവരുത് എന്നും പഠിക്കണം എന്ന് ഒത്തിരി ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. അവിടെ നിന്ന് പഠിച്ചു. BSc, മകനുണ്ടായ ശേഷമാണ് BSc പഠിക്കുന്നത്. അതിനുശേഷമാണ് കൊറോണ സമയത്ത് ഞാൻ ഗർഭിണി ആയിരിക്കുമ്പോഴാണ് ഞാൻ MSc ജോയിൻ ചെയ്തത്. ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെയാണ് MSc പഠിച്ചതൊക്കെ. കുഞ്ഞിനെ പ്രസവിച്ച ഉടനെയാണ് സൈക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഞ്ഞിനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്നൊക്കെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിനെ തൊട്ടിലൊക്കെ ആട്ടിയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ പാല് കൊടുത്തിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ. കാരണം എനിക്ക് എന്നെ അറിയുന്നവർ, എന്റെ കുടുംബക്കാരൊക്കെ ചോദിക്കുന്നത് അവൾക്ക് എന്തിന്റെ ആവശ്യമാണ്, അങ്ങനെ ബുദ്ധിമുട്ടി എടുക്കേണ്ട, ഫിനാൻഷ്യലി അങ്ങനെയൊന്നും ആവശ്യമില്ലല്ലോ. ഫിനാൻസ് അല്ലല്ലോ, അല്ലെ? ഫിനാൻസ് അല്ല. ഇപ്പൊ നിങ്ങൾ ഓരോ ഈ കഥ ഞാൻ പറയാൻ കാരണം നിങ്ങളിൽ പലരും വീട്ടമ്മമാരാണ്. ഇഗ്നോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഇഗ്നോയിൽ ഞാൻ കാണുന്നത് എന്നെ പോലുള്ള ഒത്തിരി പേരെയാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന, പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന, സ്ട്രോങ് ആയിട്ട് എന്താ പറയാ ഒരു അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ എപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെയും മറ്റു യൂണിവേഴ്സിറ്റി കുട്ടികളോട് പറയും, കണ്ട് പഠിക്കണം ഇഗ്നോക്കാരെ. കാരണം അവരുടെ ഒരു എന്താ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ അവർ ആ ഒരു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യം എനിക്കറിയാം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞിനെ ഉറക്കിയിട്ടൊക്കെ പഠിപ്പിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഡീമോട്ടിവേറ്റ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പേര്, എന്തിനാ ഇങ്ങോട്ട് വന്നത് കോളേജിൽ. ഞാൻ കോളേജിൽ ആക്റ്റീവ് ആയിരുന്നു. രാഷ്ട്രീയത്തിലും പിന്നെ സാമൂഹികമായിട്ടുള്ള കാര്യത്തിലൊക്കെ ഞാൻ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ചോദിച്ചിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് വീട്ടിലിരുന്നൂടെ. ആ വാക്കുകൾ അന്ന് കേട്ട് ഞാൻ ചടച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവിടം വരെ എത്താൻ. ഇതിപ്പം എന്റെ സ്വന്തം ക്ലിനിക്കിനൊരു പ്രത്യേകതയുണ്ട്. എന്റെ സമ്പാദ്യം കൂട്ടിയിട്ട് ഉണ്ടാക്കിയതാ. ഒരാളുടെ കയ്യിൽ നിന്ന് ഞാനൊരു കാശും മേടിച്ചിട്ടില്ല. എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ ഒരു കൂട്ടി ഉണ്ടാക്കിയതാണ് ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഈ ഒരു ക്ലിനിക്ക്. എന്റെ പേര് തന്നെ അഫാസ് വെൽനസ്, എന്റെ പേര് തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം ഹാർഡ് വർക്ക് ചെയ്താൽ എപ്പോഴായാലും അത് എനിക്ക് തിരിച്ചു കിട്ടും, ഉറപ്പാ. നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്നത് സ്ട്രഗിൾ ചെയ്ത, ജോലിയുടെ ഇടയിലോ വീട്ടിലെ കുട്ടികളൊക്കെ ഇടയിലോ എനിക്കറിയാം ആ സ്ട്രഗിൾ. ആ സ്ട്രഗിൾ എനിക്ക് കറക്റ്റ് അറിയാം. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, കുഞ്ഞിനെ പാലെടുത്തോണ്ട് വീഡിയോ ഓഫാക്കി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഗർഭിണി ആയിരിക്കുമ്പോൾ ഞാൻ നോട്ട് എഴുതിയിട്ടുണ്ട്. ഗർഭിണി ആയിരിക്കുമ്പോൾ 7ാം മാസത്തിൽ എനിക്ക് കൊറോണ വന്നു. എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അന്നേരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് എക്സാം ആണ്. ബ്രീത്തിങ് ഇഷ്യൂസിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അന്നൊക്കെ എനിക്കിപ്പോ ആലോചിക്കുമ്പോൾ അതൊക്കെ തരണം ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ, ഇഗ്നോയിലാണെങ്കിലും എനിക്ക് ഒരു ബേസും ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒറ്റ ലക്ഷ്യമുള്ളൂ, സൈക്കോളജി പഠിക്കാൻ വരുന്നവർക്ക് ക്വാളിറ്റി ഉള്ള ക്ലാസ്സസ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, 1ഓ 2ഓ ക്ലാസ് ആണെങ്കിൽ പോലും പാസ്സാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷെ അങ്ങനെ പഠിക്കേണ്ട ഒരു വിഷയമല്ല സൈക്കോളജി. സൈക്കോളജി ആഴത്തിൽ പഠിക്കേണ്ട. കാരണം ഒരാൾ നമ്മളോട് സൈക്കോളജി ആണ് പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കോൺഫിഡന്റ് ആയിട്ട് പറയണമെങ്കിൽ സൈക്കോളജി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഉന്നതിയിലെത്തും. ആ ഒരു വിശ്വാസവും നിശ്ചയവും. കാരണം അല്ലെ, പലരും ഡീമോട്ടിവേറ്റ് ചെയ്യും. ഈ പ്രായത്തിൽ പഠിക്കുമ്പോൾ പോകണം. ഏത് പ്രായം ആരാണ് നിശ്ചയിക്കുന്നത് പഠിക്കാനുള്ളത്? ഞാൻ കല്യാണം കഴിഞ്ഞ മകന് ഞങ്ങൾ ഒരുമിച്ചാണ് ജോയിൻ ചെയ്യുന്നത്. അതായത് അവനെ ഞാൻ പ്രീ സ്കൂളിൽ ചേർത്തുന്നു, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറും ചേരുന്നു. അവന് 3ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ഞാൻ PG കഴിഞ്ഞ് ഞാനൊരു സൈക്കോളജിസ്റ്റ് ആവുന്നു. അവനും എന്റെ ജീവിതത്തിന്റെ ഒരു ജേർണിയുടെ ഒരു ഭാഗമാണ്. കുഞ്ഞാണെങ്കിൽ ഇപ്പം ഉമ്മ എവിടെ പോകുന്ന നോക്കുമ്പോ ക്ലിക്കിൽ പോവാന്നാ പറയാം. അതെ,
അവരെല്ലാരും നമ്മൾ ആലോചിച്ച് അഭിമാനിക്കും. അന്ന് നമ്മൾ ഈ എടുത്ത് സ്ട്രഗിൾ ഉണ്ടല്ലോ, നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്തതിനൊക്കെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഒത്തിരി കാലങ്ങൾക്ക് ശേഷം പഠിക്കുന്നവർ ഒന്നും ഭയപ്പെടണം. ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവർക്ക് നമ്മളെ തളർത്താ എന്നൊരൊറ്റ ഉദ്ദേശമുള്ളൂ. അവരെ ഈ ചെവിയോട് കേൾക്കുക, ഈ ചെവിയോട് വിടുക. പക്ഷെ നമ്മള് അവരോട് എതിർക്കാനൊന്നും പോകരുത് കേട്ടോ. എന്നോട് ചോദിക്കുന്നവർ ഞാൻ പറയും, ആണല്ലേ ശരിയാലേ, പഠിക്കാനൊന്നും പോകണ്ട, വീട്ടിലിരുന്നേക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കായിരുന്നു. പക്ഷേ യെസ്, അന്ന് അത് കേട്ട് അതില് വീണ് പോയിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ വരെ എത്തില്ലായിരുന്നു. ജസ്റ്റ് കീപ്പ് എ ഗോൾ. പിന്നെ എടുത്ത വിഷയത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുക, പാഷനേറ്റ് ആവാം. നിങ്ങളിപ്പോ ഇത്രയും തിരക്കായിട്ടാ, അല്ലെങ്കിൽ ആര് വന്ന് ഡൗട്ട് ചോദിച്ചാലും എന്റെ സ്റ്റുഡൻസ് ഒന്നും അല്ലെങ്കിൽ ഞാനിരുന്ന് പഠിക്കും, ഹസ്ബൻഡിലേക്ക് ഇപ്പൊ അത്രയായില്ലേ, നിനക്ക് ആ ഫോണൊന്നും എടുത്തു വെച്ച് കിടന്നൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, അവരെന്നെ വിശ്വസിച്ചിട്ടല്ലേ വരുന്നത്. ഇപ്പൊ തന്നെ ഒത്തിരി പേര് ഇന്ന് രാവിലെ ഒരു കൊച്ചെന്നോട് വന്നിട്ട് എന്തോ ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് ആരാന്ന് അറിയില്ല, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ തിരക്കില്ല, കാരണം എവിടെയോ എന്തൊക്കെയൊക്കെ. അപ്പൊ ഞാൻ അയ്യോ സങ്കടമായി. പറ്റുന്ന സമയത്താണെങ്കിലും ഇന്നലെ ഒത്തിരി കയോസിന് ഇടയിൽ ഇരുന്നിട്ടാണ് ഞാൻ ആ ഒരു ലെറ്റർ ഉണ്ടാക്കി, 10 മാർക്കിന്റെ ലെറ്റർ വന്നു. അപ്പൊ അതാണ് നമ്മള് ഒരു ആഗ്രഹിച്ച ആരെങ്കിലും പാസ്സാവട്ടെ, അവര് ആഗ്രഹിച്ച് പഠിക്കുന്ന ആ ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അത് പേ ഓഫ് തന്നെ ചെയ്യും. നല്ലത് ചെയ്താൽ നല്ലത് തിരിച്ചു തന്നെ ചെയ്യും. അപ്പൊ നിങ്ങളൊക്കെ ഇനി ഒരു ഇയർ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, സെക്കൻഡ് ഇയർ അല്ല തേർഡ് ഇയർ ഉണ്ടെങ്കിൽ തേർഡ് ഇയറിൽ കൗൺസിലിംഗ് ഒക്കെയാണ്, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് എന്റെ കൂടെ പഠിക്കാം. എന്റെ കൂടെ ഞാൻ എന്താ പറയാ, നിങ്ങളെ ചേർത്ത് പിടിച്ചോണ്ട് തന്നെ കൊണ്ടുവരും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് കഥയൊക്കെ നിർത്തിയിട്ട് എന്റെ പണിയിലേക്ക് കടന്നാലോ. 107 ഞാൻ ആദ്യം പറയാം. 107 ഒക്കെ ഒത്തിരി പഠിക്കാനുള്ള ഒരു കാര്യമാണ്. 14 ചാപ്റ്റേഴ്സ് ഉണ്ട്, 170 പേജോ 160 പേജോ അങ്ങനെ ഉള്ള ഒരു നോട്ട് എന്റെ തന്നെ ഒത്തിരി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോ ഈ 107ന്റെ കേസിൽ എന്താണ്, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോളണം. കാരണം പെരിഫറൽ ആയിട്ട് ഒത്തിരി ഏരിയാസിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ടഡ് ആണ്. സോ ആ ക്വസ്റ്റ്യൻ എക്സ്പെക്ടഡിന് എന്താണ്, നമ്മള് ഫ്രീ വീഡിയോ അവൈലബിൾ ആക്കണം, അത് മാത്രം കണ്ടാൽ മതി കേട്ടോ. അപ്പൊ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും വരും. ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ട് തന്നേക്കാം, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 10 മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഷുവർ ആക്കി തരാം. ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ദ തിയററ്റിക്കൽ അപ്രോച്ചസ് ടു സോഷ്യൽ സൈക്കോളജി, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ്, ഡിസ്കസ് ദ തിയറി ഓഫ് സെൽഫ് പ്രസന്റേഷൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സ്, കോവേരിയന്റ് മോഡൽ ഓഫ് ആട്രിബ്യൂഷൻ, ഫങ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഇതില് ഞാനൊരു കാര്യം കൂടി പറയാം. MAയുടെ കുറെ കാര്യങ്ങൾ, ആറ്റിറ്റ്യൂഡും ആട്രിബ്യൂട്ടും ഒക്കെ MAയിലും വരുന്നുണ്ട്. MAക്ക് ഞാൻ ഫ്രീ ക്ലാസ് എടുത്തിട്ടുണ്ട്. സോഷ്യല് ഏകദേശം ഇതേ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. സോ MAയുടെ വീഡിയോയും കൂടി ഞാൻ അവൈലബിൾ ആക്കാം. അപ്പം ആറ്റിറ്റ്യൂഡ് ആട്രിബ്യൂട്ടിലൊക്കെ അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അത് സിമിലർ ആണ്. സോ അതുകൂടി ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരാം കേട്ടോ. MAയുടെ ഫ്രീ ക്ലാസ്, അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയുടെ ഫ്രീ ക്ലാസ് ആണ്. ഇത് ഇവിടെയോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ആലോചിക്കാം. MAക്കാർക്കാണ്. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് അക്രോസ് കൾച്ചർ, ഹൈലൈറ്റിംഗ് മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റീസ്. ഇനി ഡിസ്കസ് ദ കോൺസെപ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ഹ്യൂറിസ്റ്റിക്സ്, ഡിസ്കസ് ദ സോഴ്സ് ഓഫ് ഇറേഴ്സ് ഇൻവോൾവിംഗ് സോഷ്യൽ കോഗ്നിഷൻ. സോഷ്യൽ കോഗ്നിഷനിൽ വരുന്ന ഇറർ ആണ്. എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. Okay, write short note on the following in about 150 words. General aggression മോഡലും bystander effect. ഇത്രയുമാണ് എവിടെ വരുന്നത്, നമ്മുടെ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്തത് 2022 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അഗൈൻ നോക്കിക്കേ, ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ ഹിസ്റ്ററി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതും വിശദമായിട്ട് ഞാൻ 10 മാർക്കിനുള്ള ആൻസർ പറഞ്ഞത്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോ ഒന്ന് കണ്ട 10 മാർക്ക് ഷുവർ. എക്സ്പ്ലെയിൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ സെൽഫ് പ്രസന്റേഷൻ, ഡിസ്ക്രൈബ് സെൽഫ് പ്രസന്റേഷൻ ടാക്ടിക്സ്. കണ്ടോ, സെൽഫ് പ്രസന്റേഷൻ റിപ്പീറ്റഡ് ആണ്. ഡിസ്കസ് ഏജന്റ്സ് ഓഫ് എൻകൾച്ചറേഷൻ. എൻകൾച്ചറേഷന്റെ ഏജന്റ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സ്. റെസിസ്റ്റൻസ് ടു പെർസ്വേഷൻ,
നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നതിനെയാണ് പെർsuasion. ആറ്റിറ്റ്യൂഡിനോട് റെസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പെർsuasionോട് റെസിസ്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കറസ്പോണ്ടന്റ് ഇൻഫറൻസ് തിയറി ഓഫ് ആട്രിബ്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. ആട്രിബ്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ, ആറ്റിറ്റ്യൂഡ് ആട്രിബ്യൂഷൻ ഒക്കെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഡിഫൈൻ prejudice, മുൻവിധി. prejudice എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻവിധി. ഡിസ്ക്രൈബ് ദ സോഴ്സ് ഓഫ് prejudice. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കൺഫർമിറ്റി? കൺഫർമിറ്റി സോഷ്യൽ ഇൻഫ്ലുവൻസിൽ വരുന്നതാണ് കൺഫർമിറ്റി. അതായത് ഒരു ഗ്രൂപ്പിന്റെ പ്രഷർ കൊണ്ട് നമ്മൾ കൺഫേം ചെയ്യുന്നതിനെയാണ് കൺഫർമിറ്റി എന്ന് പറയുന്നത്. സോളമൻ ആഷിന്റെ ഒരു സ്റ്റഡി ഉണ്ട് കേട്ടോ കൺഫർമിറ്റിയിൽ. അതായത് ഇങ്ങനെ ഒരു 3 ലൈൻസ് കാണിച്ചു കൊടുത്തു. ഇതിലേതാണ് ഏറ്റവും വലിയ ലൈന്? ഇതിലേതാണ് ഏറ്റവും വലിയ ലൈന്? വലിയ ലൈൻ, നീളം കൂടിയ ലൈൻ ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ? പെട്ടെന്ന് പറ. ഇന്ററാക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ സോളമൻ ആഷ് ചെയ്ത് എന്താന്ന് വെച്ചാൽ കുറെ റൂമില് ഓരോ സബ്ജക്റ്റിനെ നിർത്തി. ഈ സബ്ജക്ട്സിന്റെ കൂടെ 6 പേരെയും കൂടെ നിർത്തി. ഈ 6 പേരും സബ്ജക്റ്റ് ആണെന്നാണ് സബ്ജക്റ്റിന്റെ വിചാരം. പക്ഷെ ഈ 6 പേരെയും ആഷ് നിർത്തിയതായിരുന്നു. ഓക്കെ, എന്നിട്ട് ഈ കാർഡ് കാണിച്ചു കൊടുത്തു. അപ്പൊ ആദ്യം എല്ലാരും പറഞ്ഞു ബി ആണ് വലിയ ലൈൻ എന്ന്. പിന്നെ ഈ 6 പേരും വിളിച്ചു പറയാൻ തുടങ്ങി എ ആണ്, എ ആണ്, എ ആണെന്ന്. അപ്പൊ സബ്ജക്റ്റിന് സംശയമായി. കാരണം കൂടെയുള്ള എല്ലാവരും എ എന്ന് വിളിച്ചു പറയാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ സബ്ജക്റ്റ് വിളിച്ചു പറയാൻ തുടങ്ങി എ ആണ് വലിയ ലൈൻ എന്ന്. അതായത് ഒരു ഗ്രൂപ്പിന്റെ പ്രഷർ കാരണം തെറ്റായിട്ടുള്ള ഒരു കാര്യം പിന്നെ ശരിയാണെന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നതിനെയാണ് കൺഫർമിറ്റി എന്ന് പറയുന്നത്. സോളമൻ ആഷിന്റെ പ്രശസ്തമായിട്ടുള്ള സ്റ്റഡി ആട്ടോ. അതായത് ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ആ ഗ്രൂപ്പിന്റെ പ്രഷർ കൊണ്ട് നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നമ്മളൊരു സാധനം അംഗീകരിക്കും. രാഷ്ട്രീയ പാർട്ടികളിൽ മതപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇതിനെയാണ് കൺഫർമിറ്റി എന്ന് പറയുന്നത്. അപ്പം ഡിസ്ക്രൈബ് ദ വേസ് ഓഫ് റെസിസ്റ്റിംഗ് കൺഫർമിറ്റി. കൺഫർമിറ്റി റെസിസ്റ്റ് ചെയ്യാനുള്ള വേസ് ചോദിച്ചിട്ടുണ്ട്. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സ് ഈച്ച്. ബുള്ളിയിങ് ബിഹേവിയറും കമ്പോണൻസ് ഓഫ് ഗ്രൂപ്പും. ഗ്രൂപ്പിന്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ്? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മുടെ 2022 ജൂണിലത്. 2021, 23 22 ജൂണിലല്ലേ നമ്മൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്ത്. ഓക്കെ, ഇനി ഡിസംബർ 21 പറയാൻ പോകുന്നത്. ഡിസംബർ 21 പറയാൻ വേണ്ടി പോവാം. 3 ക്വസ്റ്റ്യൻ പേപ്പർ, 4ാമത്തെ എനിക്ക് ഞാൻ എടുത്തത് മാറിപ്പോയിട്ടുണ്ട്. ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി വിത്ത് അതർ ഡിസിപ്ലിൻ. ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ് സോഷ്യൽ സൈക്കോളജിയും അതർ ഡിസിപ്ലിനുമായിട്ടുള്ള ബന്ധം. കാരണം ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ട്. കൾച്ചർ എന്താണ്, അതിന്റെ കമ്പോണൻസ് എന്താണ്? Describe the concept of social behavior across culture. Enculturation acculturation ആണ് രണ്ടും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. Write short notes on the following in about 150 words. Person perceptionും errors and biases in attribution. Errors and biases in attribution. Explain the types and impact of schema വന്നിട്ടുണ്ട്. സെക്കൻഡ് യൂണിറ്റിലുള്ള. Yes. Explain the concept of compliance. ടൈപ്സിന് 5 മാർക്ക്, ഇമ്പാക്റ്റിന് 5 മാർക്ക് കേട്ടോ. കോംപ്ലിയൻസ് എന്തൊക്കെയാണ്? റിക്വസ്റ്റ് പ്രകാരം. ഇപ്പൊ കൺഫർമിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ പ്രഷർ അല്ലേ. കോംപ്ലിയൻസ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് പ്രകാരം നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റുന്ന. റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറ്റാണ്. ഇപ്പം നമ്മൾ സെയിൽസ്മാൻ ഒക്കെ വലിച്ച് പോവുകയാണ്. ഇങ്ങനെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നതിനെയാണ് കോംപ്ലിയൻസ് എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് വേരിയസ് സ്ട്രാറ്റജീസ് ഓഫ് ഗെയിനിങ് കോംപ്ലിയൻസ്. ഫുട്ട് ഇൻ ദ ബോൾ, ഫുട്ട് ഇൻ ദ ഡോർ, ഡോർ ഇൻ ദ ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ MAയുടെ ക്ലാസ്സിൽ കൃത്യം പറഞ്ഞു കൊടുക്കും. സെയിം ആട്ടോ, ഒരു വ്യത്യാസമില്ല. MAയുടെ ക്ലാസ്സിൽ, ഇഗ്നോയുടെ MAയുടെ ക്ലാസ്സിൽ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ ഞാൻ അവൈലബിൾ ആക്കി തരാം കേട്ടോ. അതുപോലെ ഇനിയാണ് എക്സ്പ്ലെയിൻ ദ മീനിങ്, ടൈപ്സ് ആൻഡ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിന്റെ മീനിങ് എഴുതണം, ടൈപ്പ് എഴുതണം, ബാരിയേഴ്സ് എഴുതണം. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 150 വേർഡ്സ് ഈച്ച്. ഫ്രസ്ട്രേഷൻ, അഗ്രഷൻ, ഹൈപ്പോത്തസിസ്. അഗ്രഷന്റെ ഒരു തിയറിയാണ് ഫ്രസ്ട്രേഷൻ, അഗ്രഷൻ, ഹൈപ്പോത്തസിസ്. അതായത് നമ്മളൊരു ഗോൾ ഉണ്ട്, ആ ഗോൾ എന്തെങ്കിലും തടസ്സം വന്ന്
ഒബ്സ്റ്റക്കിൾ വന്നിട്ട് തടസ്സപ്പെടുകയാണെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത് എന്ന്. ഇപ്പൊ നിങ്ങൾ ഗോൾ ഉണ്ട്, പഠിക്കണമെന്ന്, ഒരു 10 പാഠം ഇരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ 10 പാഠം എക്സാമിന് പഠിക്കണം. പക്ഷെ വീട്ടിലെ സാഹചര്യം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ ആകെ എന്താവും? ഫ്രസ്ട്രേറ്റഡ് ആവും. ആ ഫ്രസ്ട്രേഷൻ നിങ്ങൾ അഗ്രഷനിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു ഗോള് ബ്ലോക്ക് ആകുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ആ ഫ്രസ്ട്രേഷൻ ആണ് നമ്മളെ അഗ്രഷനിലേക്ക് എത്തിക്കുന്നത് എന്നാണ്. അത് എന്തുകൊണ്ടൊരു മനുഷ്യന് അഗ്രഷൻ വരുന്നു എന്നുള്ള തിയറിയാണ് പറയുന്നത്. അതിലൊരു തിയറിയാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് എന്ന്. ഓക്കെ ആണോ? ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എന്താണ് അഗ്രഷൻ എന്ന് ആദ്യം എഴുതുക, അതിനുശേഷം ഇത് എഴുതുക. ഇനി എമ്പതി ആൾട്രോയിസം ഹൈപ്പോത്തസിസ്. ആൾട്രോയിസം എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാതെ മറ്റൊരാളെ സഹായിക്കുന്നതിനാണ്. അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ആൾട്രോയിസം. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട്, അതായത് ദൈവം ഒരാളെ സഹായിച്ചാൽ ദൈവം എനിക്ക് നല്ലത് തരും, അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് എനിക്ക് തിരിച്ചെന്ന് കിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു സന്തോഷമുണ്ട്, ഇങ്ങനെ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോ സോഷ്യൽ ബിഹേവിയർ ആണ്. പ്രോ സോഷ്യൽ ബിഹേവിയർ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, തിരിച്ച് ഒരു സാധനം പ്രതീക്ഷിക്കാതെ നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആൾട്രോയിസം. ഇവിടെ എമ്പതി ആൾട്രോയിസം ആണെങ്കിൽ അവരുടെ സ്ഥാനത്ത് നമ്മൾ നമ്മളെ കാണാം, അയ്യോ എനിക്കായിരുന്നെങ്കിലും ഈ ഒരു അവസ്ഥ എന്ന്. അങ്ങനെ ചിന്തിച്ച് നമ്മൾ ഒന്നും നോക്കാതെ ഒരാളെ സഹായിക്കുന്നതിനെയാണ് എമ്പതി ആൾട്രോയിസം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ആൾട്രോയിസത്തിൽ വരുന്ന ഒരു തിയറി ആട്ടോ. അതായത് എമ്പതി എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് അയാളായിട്ട് ചിന്തിക്കുക. അപ്പൊ നമ്മൾ അയ്യോ ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ, അതാണ് എമ്പതി. എന്നിട്ട് അയാളെ ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കാം. അതാണ് എമ്പതി ആൾട്രോയിസം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുള്ള 2 വീഡിയോസിൽ ഞാൻ ഏർപ്പെടുത്തി തരാം. എനിക്ക് ഒട്ടും വയ്യ, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ എന്റെ നോട്ടൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. സോഷ്യൽ സൈക്കോളജി എന്താന്ന് പറയാം, അവിടെ നിന്ന് ഇവിടുന്ന് പറയാൻ പറ്റില്ല. 14 ചാപ്റ്റർ ഉണ്ട്. നമ്മള് വളരെ വിശദമായിട്ട് എടുത്തു കൊടുത്തതാ. അത്രയും ചാപ്റ്റേഴ്സ് ഉള്ള ഒരു ഇത് കണ്ടില്ലേ, 125 പേജാണ് വരുന്നത്. അപ്ലൈഡ് 172 പേജ്. സോഷ്യൽ എന്ന് പറയുന്നത്, സോഷ്യൽ പിന്നെ നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ പോവാട്ടോ. ഒത്തിരി നല്ല ഒരു സബ്ജക്റ്റ് കൂടിയാണ് സോഷ്യൽ. എനിക്ക് ഇഷ്ടമാണ്. കാരണം ആദ്യം സോഷ്യൽ സൈക്കോളജി, അതായത് ഒരു ഗ്രൂപ്പിലുള്ള ആളുകളെ പഠിക്കുക. അതായത് ഒരു ഗ്രൂപ്പിൽ ഇപ്പം നിങ്ങളിപ്പോ വീട്ടിലിരിക്കുമ്പം നിങ്ങളാ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാത്റൂമിൽ നിങ്ങളാ, അതേ നിങ്ങളാണ് ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് ഒരു കല്യാണം വിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ ആളുകൾ കൂടുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട് അല്ലെ. 4 ആൾ കൂടുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. അതായത് ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വലിനെ പഠിക്കുന്നതാണ് സോഷ്യൽ സൈക്കോളജി. അതായത് ഒരു ഗ്രൂപ്പിനെ പഠിക്കുക സോഷ്യോളജിയാണ്. ഒരു ഗ്രൂപ്പിലെ ഒരു ഇൻഡിവിജ്വലിനെ പഠിക്കുന്ന സൈക്കോളജിയുടെ വിഭാഗമാണ് ഇത് സോഷ്യൽ സൈക്കോളജി. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. അതിന്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. ദയവ് ചെയ്തിട്ട് ആ ക്ലാസ് കാണണം കേട്ടോ. അപ്പം ഇതില് സോഷ്യൽ സൈക്കോളജി എന്താണ്, അതിന്റെ ഡെഫിനിഷൻ, നേച്ചർ, സ്കോപ്പ് ഒക്കെ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഹിസ്റ്ററി പറയുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിസ്റ്ററി വന്നിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നേച്ചറും സ്കോപ്പും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മറ്റ് സോഷ്യൽ സൈക്കോളജി, അത് 2ാമത്തെ ചാപ്റ്റർ അല്ലെ, സോഷ്യൽ സൈക്കോളജിക്ക് അതർ ഡിസിപ്ലിനോടുള്ള ബന്ധങ്ങൾ, അതും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഈ ഒരു ക്ലാസ്സും കൂടി ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരാം കേട്ടോ. ഇതെന്തായാലും വരാൻ ചാൻസ് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഞാൻ പറയുന്നത് മാത്രം നോക്കി പോരുത് കേട്ടോ. കാരണം സോഷ്യൽ സൈക്കോളജി ഒന്നും അങ്ങനെ എനിക്ക് പിന്നെ പാക്കഡ് ആക്കി പഠിപ്പിച്ചു തരാൻ അറിയില്ല. ഉള്ളതോടും പറയാം. 14 ചാപ്റ്റർ ഉണ്ട്. എവിടെ നിന്നൊക്കെ എന്തൊക്കെ വരുന്നു. അതുപോലെ ഇപ്പൊ ഉള്ളുന്നുള്ളൊക്കെ ചോദിക്കുക. ഒറ്റ ദിവസം കൊണ്ട് ഇത് മൊത്തം പറയുന്ന പറഞ്ഞാല് നടക്കുന്ന കാര്യമല്ല. അറിയാമല്ലോ അല്ലെ. കാരണം ഈ 125 പേജസ് എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ ഓരോന്നും കണ്ടോ, ഓരോന്നും പോയിന്റ് എടുത്ത് ഇത് മൊത്തം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ. ഇനി സെൽഫ് ആൻഡ് ഇറ്റ്സ് പ്രോസസ് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ സെൽഫ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ മനസ്സിലാക്കുക. അതായത് മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്നോ, ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു സമൂഹത്തിലാണ്, ഇപ്പൊ ഞാൻ നല്ലൊരു ടീച്ചറാണ്, ഞാനൊരു നല്ലൊരു അമ്മയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു അമ്മയാണ്, ഞാൻ നല്ലൊരു ഭാര്യയാണ്, ഒത്തിരിയൊക്കെ ദേഷ്യമൊക്കെ ഉള്ള ആളാണ്, പക്ഷെ ആ ദേഷ്യം ഒരിക്കലും പ്രകടിപ്പിക്കാറില്ലാത്ത ആളാണ്. എൻ്റെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. എന്നെ ആര് വന്നിട്ട് പറഞ്ഞാലും എനിക്ക് ദേഷ്യം പിടിക്കില്ല, പ്രകടിപ്പിക്കില്ല. ഞാൻ എനിക്ക് എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ എന്തെങ്കിലും പണി നോക്കിപ്പോകും.
അതൊക്കെയാണ് ഞാൻ എന്നെ പറ്റി മനസ്സിലാക്കിയത്, എന്റെ സെൽഫ് കോൺസെപ്റ്റ്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു അവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് us. ഓക്കെ, പ്രൊവൈഡ്സ് എ ക്ലൂ ടു വാട്ട് ഓർ ഷീ തിങ്സ് അബൌട്ട് ദം. നമ്മളെ പറ്റി ഉണ്ടാക്കി വെക്കുന്നതാണ് എന്ത്, നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ്. ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് എ സെൽഫ് കോൺസെപ്റ്റ് ഓഫ് themselves which consists of those characteristics which they feel are important and related to them self and their identity. നമ്മുടെ ഐഡന്റിറ്റിയിൽ ക്ലോസ് ആയിട്ട് നമ്മളതാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലേ, അതിനെയാണ് അതിനെയാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. It is related to our capabilities, nature, personality, and other personal characteristics which help us to define who we are. കേട്ടോ, നമ്മളെ തന്നെ ഡിഫൈൻ ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ലേ, അബ്ദുൽ നാഫി എന്ന് ഞാൻ ഒരു നല്ല സൈക്കോളജിസ്റ്റ് ആണ്, എനിക്ക് എടുത്ത് പറയാം. കാരണം അതെനിക്ക് അറിയാം, എന്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന് നല്ല വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാം, മാമ അവർ പറയുന്നുണ്ട് നമുക്ക് നല്ല മാറ്റമുണ്ട് ബിക്കോസ്. അപ്പൊ അതിൽ എനിക്ക് പറയാം, സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ട് അല്ലെ, എന്റെ ക്ലാസ്സസ് നല്ലതാണ്. ഞാൻ വിചാരിക്കും ഞാൻ നല്ല ടീച്ചറാണ്. എന്റെ പേഴ്സണൽ അല്ലെ തിരിച്ചൊന്നും ആരോടും പറയുന്നില്ല. ലൈക്ക് ദേഷ്യം ഉണ്ടെങ്കിലും വളരെ പ്രകടിപ്പിക്കാത്ത ഒരാളാണ്. അങ്ങനെ നമ്മളെ മറ്റു മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളില്ലേ, അതാണ് എന്ത്, സെൽഫ് കോൺസെപ്റ്റ്. എക്സാമ്പിൾ, യു മൈറ്റ് കൺസിഡർ ആസ് ഫൺ ലവിങ്. നമ്മളെ പറ്റി ഫൺ ലവിങ് ആണ്, അഡ്വഞ്ചേഴ്സ് ആണ്, സ്പോർട്ട് പേഴ്സൺ ആണ്, ഗുഡ് ലീഡർ ആണ്, ട്രഡീഷണൽ ആണ്, ലെസ് കോൺഫിഡന്റ് ആണ്. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര കോൺഫിഡന്റ് ആണ്. എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അത് അപ്പൊ നമ്മളെ പറ്റി മനസ്സിലാക്കി വെക്കുന്ന കാര്യമാണ് എന്ത്, സെൽഫ് കോൺസെപ്റ്റ്. Our identity with any organization, membership, culture of family also is part of. നമ്മൾ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ മെമ്പർ ആയിരിക്കുക, അതുപോലെ ഇപ്പൊ ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോളജിസ്റ്റ് ആയിട്ട് ആയിരിക്കുക, ഏതെങ്കിലും കൾച്ചർ അല്ലെങ്കിൽ ഫാമിലി, ഒരു നല്ല ഫാമിലി ഗ്രൂപ്പിൽ മെമ്പർ ആയിരിക്കും. ഇതൊക്കെ നമ്മളെ സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ ആണോ? സെൽഫ് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്ന് ജസ്റ്റ് നോക്കട്ടെ. കോൺസെപ്റ്റ് ഓഫ് സെൽഫ്, തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ. ഈ തിയറിയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പൊ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെൽഫ് പ്രസന്റേഷൻ തിയറിയും കൂടെ നോക്കാം. തിയറീസ് ഓഫ് സെൽഫ് പ്രസന്റേഷൻ. ഇത് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. തിയറി ഓഫ് സെൽഫ് പ്രസന്റേഷൻ 2 തിയറി ആയിട്ട് വരുന്നത്. കൂലി 1902 to 1922 വരെ ജീവിച്ചിരുന്ന ഒരാളാണ്. ആൻഡ് മെഡ് 1934 ഹാവ് പുട്ട് ഫോർത്ത് എ തിയറി നോൺ ആസ് എ സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന്. സിംബോളിക് ഇന്ററാക്ഷനിസം, അതായത് they have stressed that participant in social interaction try to take the role of the others and see themselves as others see them. നമ്മൾ മറ്റൊരാളുടെ റോള്, നമ്മുടെ അമ്മയെ പോലെ നമ്മളൊരു അമ്മയാവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഞാനൊക്കെ എന്റെ സാറിനെ ഞാൻ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, എന്റെ സാർ. അപ്പൊ എന്റെ സാറിനെ പോലെ നല്ലൊരു സൈക്കോളജിസ്റ്റ് ആണ്. അതായത് പാർട്ടിസിപ്പന്റ് ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻ ടേക്ക് ദ റോൾ ഓഫ് ദി അതേഴ്സിന്റെ റോള് നമ്മൾ എടുക്കും. സീ ദംസെൽവ്സ് ആസ് അതേഴ്സ് സീ ദം. മറ്റുള്ളവരെങ്ങനെ അവരെ കാണുന്നു അതിനനുസരിച്ച് നമ്മളെ കാണും. This process helps them to know how they appear to others and also guide their social behavior so that it has a desired effect. കണ്ടോ, നമുക്ക് എനിക്ക് തോന്നാണ് എന്റെ സാർ സൈക്കോളജിയിൽ അടിപൊളിയാണ്. സാറിനെ കണ്ടിട്ടാണ്, ഡോക്ടർ പ്രജീഷ് പാലന്താണ്, സാറിനെ കണ്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. സാറിനെ ഞാൻ സെക്കൻഡ് ഇയർ മുതൽ കാണാം, ഇവിടെ ഡിഗ്രി ആ സമയം വന്നിട്ട് പോലെ നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവണം എന്നൊരാഗ്രഹമാണ്. അപ്പൊ സാറിനെ എല്ലാവരും കാണുന്നതാണ്, സാറിനെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്, സാറിനെ എല്ലാവരും അഡ്മയർ ചെയ്യുന്നു. അപ്പൊ അത് കാണുമ്പോൾ ഞാൻ സാറിനെ പോലെ ഞാനായാലും അതുപോലെ എനിക്കുണ്ട്. അപ്പൊ എന്റേതായിട്ടുള്ള സ്റ്റൈലിൽ ഞാൻ സാറിനെ പോലെ നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവാൻ നോക്കി. ഇതാണ് സിംബോളിക് ഇന്ററാക്ഷനിസം. By taking the role of others, a person can choose the right clothes and the right speech patterns to communicate with others. സാറിൽ നിന്നാണ് കുറെ എത്തിക്സ് ഒക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ സൈക്കോളജിയിലുള്ള. അപ്പം എനിക്കറിയാം സാറിന് എത്തിക്സ് എത്രത്തോളം ക്ലിയർ ആണ്, മറ്റുള്ളവർ എത്രത്തോളം എത്തിക്സിന് കാണും. അപ്പം അത് ഞാൻ സ്വീകരിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ഒരു ഗോഡ് ഫാദർ എന്ന് പോലും ഞാൻ പറയാറുണ്ട് പല വേദികളിലും. കാരണം ഒരു നല്ല സൈക്കോളജിസ്റ്റ് എന്താവണം എന്ന് സാർ എനിക്ക് പോർട്രേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, പകർന്നു തന്നിട്ടുണ്ട്. ബാക്കി നമ്മളത് പോളിഷ് ചെയ്ത് എടുക്കുക എന്നുള്ള. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളെ പലരും ഞാൻ സാറിൻ്റെ അടുത്ത് പോലും കൊണ്ടുപോകാറുണ്ട്. എന്റെ ഇൻസ്പിറേഷൻ ഇതാണ്. അപ്പം എപ്പോഴും ഒരു നല്ല സൈക്കോളജിസ്റ്റ് എന്താണ്, അതാണ് സിംബോളിക്. അതായത് നമ്മൾ ഒരാളുടെ റോൾ ഏറ്റെടുക്കുക, എന്നിട്ട് നമ്മളെ തന്നെ നോക്കിക്കണം. അതാണ് സിംബോളിക് ഇന്ററാക്ഷനിസം കൊണ്ട്
Politicians and leaders like Jawaharlal Nehru, Indira Gandhi would wear the traditional dresses of the place which they visited and also speak to few words of the local language. അവിടുത്തെ ആളുകൾ ഇതിൽ സെൽഫ് പ്രസന്റേഷനിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ഇപ്പം നിങ്ങൾ ഒന്നുമായിട്ട് ജോഡോ യാത്രയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഓണാശംസകൾ എന്നൊക്കെ പറയുന്നത്. യെസ്, അതായത് നമ്മുടെ അവരിൽ ഒരാളായിട്ട് മാറാൻ, അതായത് ഈ ആരാണ് അപ്പം ആ ആളുകൾ നമ്മൾ അഡ്മയർ ചെയ്യും. അതാണ് സെൽഫ് പ്രസന്റേഷൻ. അവരൊരാളായിട്ട് നമ്മൾ പോർട്രേറ്റ് ചെയ്യുമ്പോൾ ആ ആളുകൾ അഡ്മയർ ചെയ്യുന്നവർ നമ്മളെ ഇപ്പൊ കേരളത്തിൽ വന്നാൽ കേരളത്തിലെ ആൾക്കാരെ പോലെ ഇവിടുത്തെ പിന്നെ ലീഡേഴ്സ് പെരുമാറും അല്ലേ? അതെന്തുകൊണ്ടാ? എന്നാലേ ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നു. ഇതാണ്, അതായത് നമ്മൾ ഒരാളുടെ റോൾ ഏറ്റെടുക്കുക, ആ റോൾ നമ്മൾ ചെയ്യാം. അപ്പം ആ ആളെ അഡ്മയർ ചെയ്യുന്നവർ നമ്മളെ അഡ്മയർ ചെയ്യും. അതാണ് ഏതെന്ന് പറയുന്നത് സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞേ. Okay. Self in social context theory of self-presentation. Goffman has drawn parallels of the behavior to the world of theater and formulated a theory of self-presentation in everyday life. Or self-presentation in Goffman and a theory. Goffman views social interaction as a performance where individuals carefully choose verbal and non-verbal acts to impress themselves. കെയർഫുള്ളി ചൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുക. നമ്മൾ സെൽഫിനെ പ്രസന്റ് ചെയ്യുക അങ്ങനെയാണ്. കാരണം ഒരു വാക്ക് അങ്ങോട്ടോ തെറ്റിപ്പോയി തീർന്ന ആളുകൾ നമ്മൾ ചീത്തയായിട്ട് കാണും അല്ലെ. നമ്മൾ 100 സാധനം നല്ലത് ചെയ്തിട്ട് കാല ഒരെണ്ണം തെറ്റായാല് നമ്മളെ ആളുകൾ തീർന്ന്. അങ്ങനെയാണ് മനുഷ്യന്മാർ. മെയിൻറ്റെയിനിങ് ഫേസ് ഇസ് ക്രൂഷ്യൽ ഫോർ സ്മൂത്ത് ഇന്ററാക്ഷൻ. ഫേസ് കീപ്പ് ചെയ്യുന്ന വേണം. And incidents threatening face can endanger relationships, leading to effort to avoid embarrassment. കണ്ടോ, നമ്മൾ ആ ഫേസ് കീപ്പ് ചെയ്തിട്ടില്ലേ? എത്തിക്സ് വിട്ടിട്ടൊന്നും. എനിക്ക് രാവിലെ ഒരു അനുഭവം ഒക്കെ ഉണ്ടായി. നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ള കുട്ടികളെ മൊത്തം ഞാൻ എഫേർട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ്. ഞാൻ അത്രയും ഫ്രീ ക്ലാസ്സസ് കൊടുത്ത് അത്രയും എന്റെ ക്ലാസ് എന്താണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് 1.5 മാസമായിട്ട് ഞാൻ ഇതിൽ ഫ്രീ ക്ലാസ്സസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് ഒറ്റ ദിവസം കൊണ്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് എല്ലാരെയും, അതും എന്റെ ഒരു സ്റ്റുഡന്റിന്റെ ഗ്രൂപ്പിൽ നിന്നാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ആ കുട്ടി വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എത്തിക്സ് കീപ്പ് ചെയ്യണം. മറ്റൊരാളത് ഞാൻ ചോദിച്ചു സൈക്വസ്റ്റ് എന്ന് പേഴ്സണലി ഒരു കുട്ടിക്ക് നിങ്ങൾ ഇതിലേക്ക് വരുമെന്ന് പറഞ്ഞ മെസ്സേജ് വരാറില്ല. ഞാൻ പറയാറ് എന്റെ ക്ലാസ് കണ്ടിട്ട് ഫ്രീ ക്ലാസ്സോ എന്തെങ്കിലും ജോയിൻ ചെയ്യണം എന്നുള്ളതിൽ വരാം. 107 ആണ് അർച്ചന. അപ്പം അങ്ങനെയാണ് നമ്മൾ ഫേസ് കീപ്പ് ചെയ്യണം. കാരണം എവിടെയെങ്കിലും നമുക്ക് തെറ്റ് പറ്റിപ്പോയാൽ നമ്മുടെ സെൽഫ്, എസ്പെഷ്യലി ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും സൈക്കോളജിസ്റ്റുകളാവാൻ പോകുന്നതാണ്. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന സാധനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം സൈക്കോളജിസ്റ്റ് പറയുന്ന സമയത്ത് അതിനൊരു എന്താ പറയുക വിലയുണ്ട്. കാരണം നമ്മൾ ആധികാരികമായിട്ടാ പറയും. സോ ഒരു രീതിയിലും മൊറാലിറ്റിയോ എത്തിക്സോ ഒന്നും വിട്ട് ചെയ്യരുത്. അതാണ് പറയുന്നത് ഇൻസിഡൻസ് ത്രെട്ടനിങ് ഫേസ് ക്യാൻ എൻഗേജ് റിലേഷൻ. അത് റിലേഷനിലെ പ്രശ്നം വരും. ലീഡിങ് ടു എഫേർട്സ് അവോയ്ഡ് എംബാരസ്മെന്റ് വരും. അവർക്ക് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ആ കുട്ടീനെ വിളിച്ചായിരുന്നു, നിങ്ങൾ ഗ്രൂപ്പിൽ ഞാൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല. ഞാൻ പറഞ്ഞു എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഗ്രൂപ്പ് ഇയാൾക്ക് എന്തൊക്കെയോ മാർക്കറ്റിംഗ് ചെയ്യാം. നമ്മൾ ഇത്ര എഫേർട്ട് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇത്രയും പിള്ളേരെ പേഴ്സണൽ മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു, മാം ഈ ടീമിന്റെ ഗ്രൂപ്പ് കുട്ടി നമ്മളിലുണ്ട്, ആ ടീമിന്റെ ഗ്രൂപ്പിലെ കുട്ടി ഇതിലുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഇരിക്കുക. ഞാൻ ആലോചിക്കും ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഉണ്ടോ? കാരണം നിങ്ങൾക്ക് നോക്കാം, ഇഗ്നോ കേരളയിലും സൈക്കോസ്റ്റയുടെ ഗ്രൂപ്പിലാണ് ഞാനും എന്റെ സ്റ്റാഫും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അങ്ങനെ ചൂണ്ടിക്കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല. കാരണം അത് അങ്ങനത്തെ ഒരു മേഖലയല്ല. നമ്മളെ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടവർ കണ്ട്. അതാണ് പറയുന്നത് ഫേസ് ഇസ് ക്രൂഷ്യൽ ഫോർ സ്മൂത്ത് ഇന്ററാക്ഷൻ ആൻഡ് ഇൻസിഡൻസ് ത്രെട്ടനിങ് ഫേസ്. കാരണം ഈ ഫേസിനെ ത്രെട്ടൻ ചെയ്യുന്ന ഇൻസിഡൻസ് നമ്മളെ എംബാരസ്മെന്റ്, ഒരു മോശം അല്ലെങ്കിൽ ഒരു ചമ്മലിലേക്ക് എത്തിക്കും. According to C.N. Alexander situated identities theory, people adapt their social behavior to create favorable identities in different settings. കണ്ടോ, C.N. Alexander's situated identity theory, people adapt their social behavior to create favorable identities. കണ്ടോ, സോഷ്യൽ ബിഹേവിയർ എടുക്കും ഫേവറബിൾ ആയിട്ടുള്ള ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ. ഡിഫറെന്റ് സെറ്റിംഗ്സിലൊക്കെ നമ്മൾ സോഷ്യൽ ബിഹേവിയർ തന്നെയാണ്. കാരണം നമ്മളെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളോ നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളെ ബാധിക്കാൻ ചെയ്യും. For instance, a college professor may not adopt an academic identity at a seminar, a relaxed identity during lectures, and a casual one at social gathering. അത് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച്. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കണ്ടില്ലേ, ഞാൻ ഫ്രീ ക്ലാസ് ആണ്, ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ വലിയ ചളി പറയാറില്ല. ബിക്കോസ് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ള പിന്നെ കുറെ ആളുകൾ കാണാനുള്ള. അപ്പൊ ഞാൻ നിങ്ങളോട് പിന്നെ
നല്ലൊരു ആളായിട്ടൊക്കെ സംസാരിക്കും. ഞാൻ ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ എന്റെ പിള്ളേരെ മാത്രമാണല്ലോ ഉണ്ടാവും. ഞാനാണ് ചളിയൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ട് പാട്ടൊക്കെ പാടുട്ടോ. എനിക്ക് പാടാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ പാട്ടൊക്കെ പാടും. അതാണ് നമ്മളെ തന്നെ ഓരോ സിറ്റുവേഷൻ കണ്ടോ. ഒരു കോളേജ് പ്രൊഫസർ അക്കാഡമിക് ഐഡന്റിറ്റി ആണ് സെമിനാറിൽ, റിലാക്സ്ഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ്, കാഷ്വൽ വൺ ആയിട്ടാണ് സോഷ്യൽ ഗ്യാതറിംഗില്. ഇങ്ങനെയാണ് തരം. അപ്പം സെൽഫ് പ്രസന്റേഷൻ തിയറി പ്രകാരം നമ്മള് എങ്ങനെയാണ് നമ്മള് വെർബലായിട്ട് നോൺ വെർബലായിട്ട് നല്ല നമ്മളെ ഫേസിനെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിലായിരിക്കും നമ്മളെ പ്രസന്റ് ചെയ്യുക. നമ്മുടെ ഫേസിന് ത്രട്ടൺ വരുന്ന നമുക്ക് എംബാരസിംഗ് ആവും. സോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മളെ പ്രസന്റ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആണോ? ഫ്രണ്ട് സ്റ്റേജിൽ ഇങ്ങനെയൊക്കെ ആണ്. എൻകൾച്ചറേഷൻ പറഞ്ഞുതരാം കേട്ടോ. എൻകൾച്ചറേഷനും എക്കൾച്ചറേഷനും എന്താന്ന് മാത്രം പറഞ്ഞുതരാം. എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ബൈ വിച്ച് വേരിയസ് ആസ്പെക്ട് ഓഫ് അവർ ഓൺ കൾച്ചർ ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ് ജനറേഷൻ ബൈ ഡിഫറെന്റ് ഏജൻസീസ് ഓഫ് കൾച്ചർ. പലതും മലയാളികൾക്ക് ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറി വന്നല്ലേ. ഞാൻ എപ്പോഴും ദക്ഷിണ എന്ന് പറഞ്ഞ ചാനൽ കാണാറുണ്ട്. അതിൽ കണ്ടിട്ടുണ്ട് ഈ ഓണത്തിനൊക്കെ അവര് അല്ലെ, ഇപ്പൊ വടക്കൻ കേരളത്തിൽ ഓരോ രീതിയാണ്, തെക്കൻ കേരളത്തിൽ ചിലവര് ഓണത്തപ്പനെ പൂക്കളത്തിലിരുത്തും, ചിലവർ അപ്പുറത്ത്, അങ്ങനെ പലതും നമുക്ക് എന്താണ് തലമുറകളായിട്ട് കൾച്ചർ കൈമാറി വരുന്നില്ലേ. ഇപ്പൊ മലയ്ക്ക് പോകുന്നതാണെങ്കിലും ഹജ്ജിന് പോകുന്നതാണെങ്കിലും ഒക്കെ ഓരോ കാര്യങ്ങൾക്കും എന്റെ ഉമ്മമാര് പോകുന്നുണ്ട്. അപ്പൊ ഇവരൊന്ന് പോകുന്നതിന് മുന്നേ യാത്രാച്ചോറ് കൊടുക്കണം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ചടങ്ങുണ്ട് കണ്ടോ. നമ്മുടെ തലമുറകളായിട്ട് കൈമാറി വരുന്നത്, അതായത് നമ്മുടെ സ്വന്തം കൾച്ചർ നമ്മുടെ തലമുറകളായിട്ട് കൈമാറി വരുന്നതിനെയാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. എന്താണ് എൻകൾച്ചറേഷൻ? നമ്മൾ വേറൊരു നാട്ടിൽ പോയിട്ട് അവിടുത്തെ കൾച്ചർ അക്സെപ്റ്റ് ചെയ്യുന്നതിനാണ് എക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. എക്കൾച്ചറേഷൻ എന്താണ്? നമ്മൾ വേറൊരു നാട്ടിൽ പോയിട്ട് അവിടുത്തെ കൾച്ചർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്, അതിനെയാണ് എക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. Acculturation is slightly different from enculturation. Acculturation is the process by which a person adapts to and in many cases adapt a culture different from this one in which the person was originally enculturated. നമ്മൾ ഒറിജിനലി എൻകൾച്ചറേറ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചർ നമ്മൾ അഡാപ്റ്റ് ചെയ്യാം. വേറൊരു നാട്ടിലെ കല്യാണം കഴിച്ചോണ്ടി അവിടുത്തെ അഡാപ്റ്റ് ചെയ്യുക, വേറൊരു നാട്ടിൽ ജോലിക്ക് പോയിട്ട് അവിടുത്തെ അഡാപ്റ്റ് ചെയ്യുക, വേറൊരു നാട്ടില് പിന്നെ പഠിക്കാൻ പോയി അവിടുത്തെ അഡാപ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ജനിച്ചു വളർന്ന കൾച്ചർ അല്ലാതെ മറ്റൊരു കൾച്ചർ അഡാപ്റ്റ് ചെയ്യുന്നതിനെയാണ് എക്കൾച്ചറേഷൻ എന്ന് പറയും. ഓക്കെ ആണോ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. ഏജൻസ് ഓഫ് എൻകൾച്ചറേഷൻ. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏജൻസ് ഓഫ്, അതായത് എൻകൾച്ചറേഷൻ, ഒരാൾക്ക് കൾച്ചർ ആരാണ്, സ്വന്തം കൾച്ചർ ആരാണ് പകർത്തി കൊടുക്കുന്നത്, ആ പകർത്തി കൊടുക്കുന്ന ഏജൻസ് ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ പാരന്റ്സ് ആൻഡ് സിബ്ലിങ്സ് തന്നെയാ അല്ലെ. നമുക്ക് ഒത്തിരി കൾച്ചറുകൾ, എന്റേതാണെങ്കിൽ ഒരു കൾച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു നാട് കൂടി ആയിട്ടോ കോഴിക്കോട്, പിന്നെ കുറ്റിച്ചിറ, തങ്ങൾസ് റോഡ് എന്നൊക്കെ പറയും. ഞങ്ങൾക്ക് ഒത്തിരി കൾച്ചറൊക്കെ ഉള്ള ഒരു നാടാണ് എന്റേത്. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് ആ കൾച്ചറൊക്കെ, എനിക്ക് ഭയങ്കര താല്പര്യം. കാരണം ഞങ്ങള് പലഹാരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നോമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെക്കന്റെ വീട്ടിലേക്ക് പലഹാരമൊക്കെ കൊണ്ടുപോകും, വയറ് കാണാൻ കുറെ പലഹാരമൊക്കെ കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി കോഴിക്കോട് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒത്തിരി കൾച്ചർ ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതൊക്കെ എനിക്കിങ്ങനെ, ഞാനത് കൾച്ചർ ഓറിയന്റഡ് ആയിട്ട്, എനിക്ക് അവിടെ പോയാൽ എനിക്ക് കൾച്ചർ ഓറിയന്റഡ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പല കാര്യങ്ങളും എന്റെ കൾച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഏതൊക്കെയാണ്? ഓഫ് കോഴ്സ് parents and siblings are first agents. The earliest environmental impact on infant's personality and her other psychological makeup come from parents. പാരന്റ്സിൽ നിന്ന് തന്നെയാണ് വരിക. ഹൈറാർക്കി ഓഫ് 3 പാരലൽ ഗോൾസ് വാസ് പോസസ്ഡ് ബൈ ലീവൈ. ഹൈറാർക്കി 3 ഗോൾ ആയിട്ടാണ്. ദ ഓഫ്സ്പ്രിങ്സ് ഫിസിക്കൽ സർവൈവലും, ഫോസ്റ്ററിംഗ് ഓഫ് ബിഹേവിയർ ആൻഡ് പ്രോപ്പർട്ട് സെൽഫ് സഫിഷ്യൻസിയും, ഫോസ്റ്ററിംഗ് ഓഫ് ദി അതർ കൾച്ചർ വാല്യൂസ് ഇൻക്ലൂഡിംഗ് മൊറാലിറ്റി. പാരന്റ്സിന് 3 ധർമ്മങ്ങളാണ്. ഒന്ന് ഫിസിക്കലി കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുക, കുഞ്ഞിന് അപകടമൊന്നും പറ്റാതെ രോഗങ്ങളൊന്നും വരാണ്ട്. രണ്ടാമത് നല്ല ബിഹേവിയറും സെൽഫ് സഫിഷ്യൻസിയും മെച്ചപ്പെടുത്തുക. ഓൾസോ എന്താണ് കൾച്ചറൽ വാല്യൂസ്, മൊറാലിറ്റിയും ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ എന്ത് പറയുന്നുണ്ട്? കൾച്ചർ നമുക്ക് പാരന്റ്സിൽ നിന്നും സിബ്ലിങ്സിൽ നിന്നും ഒരു പരിധി വരെ പകർന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഒരു ഏജന്റ് പാരന്റ്സ് ആൻഡ് സിബ്ലിങ്സ് ആണ്. പറഞ്ഞു പോവാട്ടോ. രണ്ടാമത് എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. എനിക്ക് ഞാൻ പറഞ്ഞ എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് ഇപ്പോഴും എന്താണ് കൾച്ചറൊക്കെ ഇത്രയും ഓറിയന്റഡ് ആയിട്ട് നിൽക്കുന്നത്. എപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ
ഞങ്ങൾക്ക് മരുമക്കത്തായാണ്. അപ്പം ഗ്രാൻഡ് ഫാദറിന്റെ സിസ്റ്റർ, മൂത്ത സിസ്റ്റർ ആണ് നമുക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്, സഭ്യമ്മ, എന്റെ സഭ്യമ്മ. അപ്പൊ സഭ്യമ്മ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ആ കൾച്ചറും കാര്യങ്ങളൊക്കെ, പുള്ളിക്കാരിയുടെ വാക്കുകൾക്കാണ് നമ്മൾ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത്. എക്സ്റ്റെൻഡഡ് ഫാമിലിയും കൾച്ചർ ഒത്തിരി നമുക്ക്. അപ്പൊ ചിലതെന്ന് പറഞ്ഞാൽ പറ്റൂല, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചിലതൊക്കെ ചോദിച്ചാൽ അങ്ങനെ വേണോ, ഇപ്പോഴും വേണോ എന്നൊക്കെ ചോദിക്കുന്ന സമയം അതൊക്കെ വേണം എന്നൊക്കെ പറയും. അതാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി. മെനി കൾച്ചേഴ്സ് ബിലീവ്സ് ഇൻ ദ സെയിം. ഇറ്റ് വിൽ ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ്. ഒരു വില്ലേജ് ആണ് ഒരു കുട്ടീനെ റേസ് ചെയ്യുന്നതാണ്. എംഫസൈസിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്റ്റെൻഡഡ് ഫാമിലി സപ്പോർട്ട് ബിയോണ്ട് ജസ്റ്റ് പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ്. പാരന്റ്സിനും ചിൽഡ്രൻ അപ്പോഴത്തെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ നിന്ന് നമുക്ക് ഒത്തിരി കൾച്ചർ അല്ലെ, കുറെ കാര്യങ്ങൾ. ഇപ്പൊ കല്യാണമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഉമ്മയ്ക്കും മറ്റുള്ളവർക്ക് അറിയാത്തൊക്കെ നമ്മുടെ ബാക്കിയുള്ളവർ വന്ന് പറഞ്ഞില്ലേ. എസ്പെഷ്യലി ഹിന്ദു കല്യാണത്തിനൊക്കെ ഒത്തിരി ആചാരങ്ങളില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാത്തതൊക്കെ നിങ്ങൾ വലിയ കുറെ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു തരില്ലേ. അതാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി. Curve defined Carve defines a joint family as a group of people living together under one roof, sharing a common kitchen, property, and participating in family worship, highlighting the significance of togetherness in comprehensive action. അതൊരു ജോയിന്റഡ് ഫാമിലി എന്നൊക്കെ ഒരു കൂരക്കീഴിൽ എല്ലാവരും നിന്നിട്ട് എല്ലാവരും കൂടെ എന്താണ് ഒരേ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ നിന്ന് നമുക്ക് എന്ത് പകർന്നു വരുന്നുണ്ട്, നമ്മുടെ സ്വന്തം കൾച്ചർ പകർന്ന് വരുന്നുണ്ട്. പിന്നെ പിയർ റിലേഷൻ, നമ്മുടെ സമപ്രായക്കാർ അല്ലെ. A peer group is a small group of individuals who are similar age, passively close to friends and engage in similar activities. ആരാണ് പിയർ ഗ്രൂപ്പ്? നമ്മുടെ സമപ്രായമുള്ള, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള, നമ്മളെ പോലെ സിമിലർ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത്. അപ്പം ആ ആളുകളിൽ നിന്നും നമുക്ക് എന്ത് പകർന്നു വരുന്നുണ്ട്, നമ്മുടെ കൾച്ചർ പകർന്നു വരുന്നുണ്ട്. Children start interacting with the peers of an early age and the extent to this interaction may vary across culture. അല്ലെ, നമ്മൾ പിന്നെ ഇന്ററാക്ട് ചെയ്യുന്നത് ഓരോ കൾച്ചർ അനുസരിച്ച് ഓരോ പ്രായത്തിൽ ഇന്ററാക്ട് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ കുട്ടികളാണെങ്കിൽ 3-4 വയസ്സാകുമ്പോഴത്തേനൊക്കെ ആയിരിക്കും ഇന്ററാക്ട് ചെയ്യുന്നത്. ചിലർ നേരത്തെ ഇന്ററാക്ട് ചെയ്യും, ചിലർ വൈകിട്ടായിരിക്കും. Western and industrialized culture tend to have more peer interaction than Eastern counterparts. Western interaction കൂടുതൽ ഈസ്റ്റേൺ ആർക്കാണ്. പറഞ്ഞു വന്നത് പിയർ ഗ്രൂപ്പ് വഴി നമുക്ക് നമ്മുടെ സ്വന്തം കൾച്ചറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. Peer groups play a crucial role in an individual socialization process, helping them to learn autonomy, coping strategies, and construct their identity without adult involvement. Adult involvement ഇല്ലാണ്ട് നമ്മൾ കൂടെ കളിച്ചും കാര്യങ്ങളൊക്കെ പഠിച്ചും നമ്മൾ കൾച്ചർ അക്വയർ ചെയ്യുന്നത്. പിയർ റിലേഷൻഷിപ്സും ഒരു ഇമ്പോർട്ടന്റ് ഏരിയ. പിന്നെ എഡ്യൂക്കേഷൻ അല്ലെ, നമ്മുടെ സംസ്കാരമൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ മോന്റെ സ്കൂളിൽ ഈ അടുത്തുണ്ടായിരുന്നു എന്ത് സദ്യ, എന്തോ ഒരു പാഠം, എന്നിട്ട് അവരോട് പറഞ്ഞിട്ട് സദ്യ ഉണ്ടാക്കിക്കൊണ്ട് എന്നിട്ട് അവർ ഒരുമിച്ച് പാഠപുസ്തകത്തിലെ കാര്യം കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷന്റെ മെയിൻ ഒരു ധർമ്മമാണ് കൾച്ചർ ട്രാൻസ്മിഷൻ എന്നുള്ളത്. Recall that we mentioned about the positive effect of siblings on child developing being conditional depending on whether there was a school in the locality. സിബ്ലിങ്സിനെ പോലെ തന്നെയാണ് ലൊക്കാലിറ്റിയിലുള്ള സ്കൂളും നമ്മുടെ കൾച്ചറിനെ എന്താണ് പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൾച്ചർ ഉണ്ടാക്കി വെക്കുന്ന ഏജൻസ് ആരാണ്? നമുക്ക് ഒന്ന് ഫാമിലിയും സിബ്ലിങ്സും, അല്ലെങ്കിൽ പാരന്റ്സും സിബ്ലിങ്സും, എക്സ്റ്റെൻഡഡ് ഫാമിലി, അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ്സ്, എഡ്യൂക്കേഷൻ. പിന്നെ റിലീജിയനും നമ്മുടെ കൾച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്? In the past, religion and education were closely intertwined. Religion advocates thought values alongside education, and religious texts like Torah in ancient Israel encouraged learning and literacy. അതായത് റിലീജിയസ് ബുക്സും അതുപോലെ അതായത് ഖുറാൻ, ഭഗവത്ഗീത, ബൈബിൾ പോലെയുള്ള ബുക്സും റിലീജിയസ് പ്രാക്ടീസുകളും റിലീജിയസ് എഡ്യൂക്കേഷനും ഒക്കെ നമ്മുടെ കൾച്ചറിനെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് വായിച്ചിട്ട് എഴുതാണ്, ഞാൻ ജസ്റ്റ് പെരിഫറൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളൂ. റിലീജിയനും നമ്മളിലേക്ക് നമ്മുടെ കൾച്ചറിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പകർന്ന് തരുന്നുണ്ട്. ഓക്കെ ആണോ? എപ്പോഴാണ് എക്സാം? എന്നാണ് 107 എക്സാം? ഒന്ന് പറഞ്ഞേ. 21-ാം തീയതി. 21 അല്ലേ? ബാഗ് വിളിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ.
ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഒന്നുകൂടി നമുക്ക് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാണ്. ആറ്റിറ്റ്യൂഡ് വരാൻ ചാൻസ് ഉണ്ട്, ആട്രിബ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, പ്രെജുഡിസ് വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഉള്ളതാണ് ഈ സെൽഫ് പ്രസന്റേഷനും എൻകൾച്ചറേഷനും. അതില് ആട്രിബ്യൂഷനും ആറ്റിറ്റ്യൂഡും ഒക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ ഇറേഴ്സ് ഇൻ ആട്രിബ്യൂഷനും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. സോ ആ 2 വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ എന്നോട് ചോദിക്കാം. ഇപ്പൊ ഏതെങ്കിലും ഇനി അറിയണം എന്നുണ്ടോ? സ്കീമയോട് പറഞ്ഞുതരാം. ഏതെങ്കിലും നിങ്ങൾക്ക് ഒട്ടും വായിച്ചിട്ട് മനസ്സിലാവാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒന്ന് പറഞ്ഞുതരാവോ? കണ്ടിട്ടില്ലല്ലോ. വേണമെങ്കിൽ ഞാൻ എഴുതി ഇട്ട് തരാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഒന്ന് കറക്റ്റ് നോക്കി പോണം എന്നുള്ളത്. ഓക്കെ ആണോ? ഞാൻ വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ടഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നെ നമ്മുടെ മറ്റേ MA-കാർക്ക് കണ്ടതിൽ ഈ ആട്രിബ്യൂഷന്, കൺഫർമിറ്റി, കോംപ്ലിയൻസ്, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡിന്റെ ഒക്കെ കാര്യങ്ങൾ വിശദമായിട്ടാണ് പറയുന്നത്. സോ ആ ഒരു വീഡിയോ കാണാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ചോദിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഞാൻ ഇപ്പൊ തന്നെ വീഡിയോസ് ഒക്കെ അയച്ചു തരുന്നതാണ്, കണ്ടോളാം. ഞാൻ എന്താ പറയുക, പാസ് ആവാനുള്ള മാർക്ക് നിങ്ങൾക്ക് ഒപ്പിച്ചു. ഓക്കെ ആണല്ലോ? വീണ്ടും ഒരു ഫ്രീ ക്ലാസ്സുമായി ഞാൻ ഒത്തിരി എടുക്കാത്ത, ഞാൻ ടയേർഡാണ്, തീരെ വയ്യ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി എടുക്കായിരുന്നു, എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്നുള്ള അവസ്ഥയാണ്. അപ്പം മറ്റൊരു ഫ്രീ ക്ലാസ്സുമായി വീണ്ടും കാണാം. It's me, Abdul Nafi, signing off. Bye and take care. Good night all.